ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രജിസ്ട്രാർ രാഘവേട്ടനോട് പറയുന്ന ഒന്ന് ഒപ്പിട്ട് കാണിക്കാൻ. രാഘവേട്ടനാണെങ്കിൽ ഒപ്പ് പോയിട്ടൊരു കുന്തം പോലും വരയ്ക്കാനും അറിയില്ല. രാഘവേട്ടൻ ഒപ്പ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. രോഹിത്ത് പറയുക, അച്ഛനെന്ന് നല്ലതുപോലെ ഓർത്തിട്ട് അച്ഛൻ്റെ ഒപ്പം ഇടച്ച. വെണ്ണ തിരണ്ട് വരുമ്പോൾ കുടവടഞ്ഞതുപോലായി രാഘവേട്ടൻ്റെ കഥ. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ സ്വത്ത് തിരിച്ച് സ്വന്തം കൈകളിൽ വന്നു ചേരുമ്പോൾ രാഘവേട്ടൻ്റെ ഓർമ്മയും നഷ്ടപ്പെട്ടു. രാഘവേട്ടൻ അത് സ്വന്തമാക്കാനും കഴിയുന്നില്ല. അവിടെ ഇരിക്കുന്ന രജിസ്ട്രാർ ആണെങ്കിൽ ഒട്ടും വിട്ടുവീഴ്ചയും ചെയ്യില്ല. പുള്ളിക്കാരൻ നല്ല കർക്കശക്കാരനായിട്ട് അവിടെ ഇരിക്കുവാണ്. അവസാനം പറയുന്നുണ്ട്, ഇദ്ദേഹത്തോടൊപ്പം വന്ന ആ സ്ത്രീയെ ഇങ്ങോട്ട് വിളിക്കുന്നു. സ്ത്രീ ആരാണെന്ന പുള്ളിക്കാരന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശാലിനി വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, അച്ഛന് ഓർമ്മക്കുറവാണ് സാർ, ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ടും ആ രജിസ്റ്റർ അംഗീകരിക്കത്തില്ല. ഇത് കണ്ടോ, ഒട്ടും ക്ലിയർ അല്ലാത്ത ഒരു ആധാർ കാർഡും പിന്നെ സ്വന്തം ഒപ്പുപോലും ഇടാൻ കഴിയാത്ത ഒരാളെ കൊണ്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്? എനിക്കൊരൊറ്റ കാര്യം കിട്ടിയാൽ മതി, ഈ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന രാഘവൻ നായർ ഇദ്ദേഹമാണെന്ന് ഇദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തണം, എന്നാലേ ഇത് നടക്കൂ. ശാലിനി ചോദിക്കുന്നു, സാറേ ഞാൻ സാക്ഷ്യപ്പെടുത്തിയാൽ മതിയോ? അതെങ്ങനെ ശരിയാകും? അദ്ദേഹമല്ലേ തെളിയിക്കേണ്ടത്? ഞാനിവിടുത്തെ ജില്ലാ കളക്ടറാണ് ശാലിനി വിഷ്ണു എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ അങ്ങ് എഴുന്നേക്കുന്നുണ്ട്. മാഡം എന്നോട് ക്ഷമിക്കണം, ഞാനൊരു കടുംപിടുത്തക്കാരനൊന്നും അല്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്നെ ഇങ്ങനെ ആക്കിയതാണ്. ഇദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്താതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? ശാലിനി ആകെ ധർമ്മസങ്കടത്തിലായി. അതുപോലെ തന്നെയാണ് രോഹിത്തും. എല്ലാ തെറ്റുകൾക്കുമുള്ള മാപ്പ് പറഞ്ഞ് തിരിച്ച് സ്വത്തുക്കളെല്ലാം രാഘവേട്ടൻ്റെ പേരിൽ കൊടുക്കുമ്പോഴാണ് രാഘവേട്ടൻ്റെ ഈ ഓർമ്മക്കുറവ് എല്ലാം തകർത്ത് കളഞ്ഞത്. മക്കളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പോയ വിഷ്ണുവിനെയും കാത്ത് ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ശ്യാമ ഓടിച്ചെന്നുമ്പോൾ സത്യമോളും പപ്പിമോളും അമ്മേന്നും പറഞ്ഞ് വിളിച്ചോണ്ട് ഇറങ്ങി ഓടി വരുവാണ്. എൻ്റെ മക്കളെ രണ്ടുപേരെ ഒരു കുഴപ്പം കൂടാതെ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് ശ്യാമ കുഞ്ഞുങ്ങളെ മാറി മാറി ഉമ്മ കൊടുക്കുവാണ്. ശ്യാമയ്ക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ വയ്യ. ശാരദാമ്മയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് സത്യമോള് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുവാണ്. ശാരദാമ്മയും കരയുവാണ്, മക്കളെ ഒന്നുമില്ലടാ, പേടിക്കേണ്ടടാ. കുഞ്ഞുങ്ങളാകെ ഭയന്ന ലക്ഷണമുണ്ട്. ശ്യാമ ചോദിക്കുന്നു, എൻ്റെ മക്കളെ ഉപദ്രവിച്ചോ? ഞങ്ങളെ രണ്ടുപേരെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുമായിരുന്നു. സാരമില്ല, എൻ്റെ മക്കളെ വിഷമിക്കണ്ട, മക്കളെ അവിടെ നിന്ന് കൊണ്ടുവന്നല്ലോ, അവരെയൊക്കെ നമുക്ക് പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കാം കേട്ടോ, എൻ്റെ മക്കളെ വിഷമിക്കല്ലേ. വിഷ്ണു പറയുന്നുണ്ട്, മക്കള് വല്ലാതെ പേടിച്ചിരിക്കുക. ആദ്യം അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും, പിന്നീട് സാവധാനം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ശ്യാമേ, നീ മക്കളെ അകത്ത് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. മോനെ, ശാലിനി എവിടാ? ശാലിനിയും രോഹിത്തും കൂടെ അച്ഛനെ വീട്ടിൽ കൊണ്ട് വിടാൻ പോയിരിക്കുക. സത്യാമ്മ അറിഞ്ഞുകൊണ്ടായിരിക്കുമോ മോനെ അച്ഛൻ വന്നത്? അതിനെന്തായാലും സാധ്യത കുറവാണ്. ഏതായാലും അവരിപ്പോൾ വീട്ടിലോട്ട് പോകുന്നുണ്ടല്ലോ, പോയിട്ട് വരട്ടെ. ശ്യാമ പിന്നെയും മക്കളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നുമക്കളെ അടിക്കുകയോ വഴക്ക് പറയുകയോ വല്ലതും ചെയ്തോ അവർ? അത് കേട്ടിട്ട് ശാരദാമ്മ ശ്യാമയെ വഴക്ക് പറയുന്നുണ്ട്. എൻ്റെ ശ്യാമയെ നീ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളാകെ പേടിച്ചിരിക്കുക. ഇതൊക്കെ ഒന്ന് ശരിയായി വരാൻ തന്നെ 2-3 ദിവസം എടുക്കും. മോനെ, കുഞ്ഞുങ്ങളുടെ മുഖത്തുനിന്ന് ആ പേടി പോയിട്ടില്ല. നമുക്ക് ഡോക്ടറെ എങ്ങനെ കാണിക്കണോ മോനെ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശാരദാമ്മേ, അതങ്ങ് ശരിയായിക്കോളും. ഒരു കാടിനകത്തുള്ള കെട്ടിടത്തിലായിരുന്നു കുട്ടികളെ അവന്മാർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ആ സ്ഥലത്തേക്കാരും എത്തില്ലെന്നാണ് അവർ കരുതിയിരുന്നത്. അവളുടെ ആ സുസ്മിതയുടെ പദ്ധതികളൊക്കെ നമ്മൾ പൊളിച്ചടുക്കിയല്ലോ. അവളെയാണ് മോനെ ആദ്യം പിടിച്ചകത്തിടേണ്ടത്. എത്ര നാൾ കഴിഞ്ഞാലും അവളിങ്ങനെ ദ്രോഹം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മടുപ്പും അവൾക്ക് വരുന്നില്ലല്ലോ. അവളൊരു പ്രത്യേക ജന്മമാ ശാരദാമ്മേ. നമ്മളെല്ലാവരുമേ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവൾ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? മറ്റുള്ളവരെ ഏതെല്ലാം രീതിക്ക് ദ്രോഹിക്കാവുന്ന, അതിലൂടെയൊക്കെ എങ്ങനെ സന്തോഷം കണ്ടെത്താവുന്നു. ഇവളെയൊക്കെ നിലയ്ക്ക് നിർത്താനേ നല്ല തെരണ്ടിവാല് സംഘടിപ്പിച്ച് അതുകൊണ്ട് നല്ല പെട കൊടുക്കണം. ഇനി മറ്റുള്ളവരെ അവൾ ദ്രോഹിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ അടിയുടെ പാട് കണ്ട് അവൾ അതിൽ നിന്ന് പിന്തിരിയാൻ ഒരുങ്ങണം. കുട്ടികളെയൊക്കെ ദ്രോഹിക്കാൻ ഇങ്ങനെ പ്ലാൻ ഇടുന്ന ഇവളുമാരെയൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ശരിയാ മോനെ മോൻ പറഞ്ഞത്. മോനിങ് അകത്തോട്ട് കയറിയിരിക്കുക, അമ്മ ചായ എടുക്കാം എന്നും പറഞ്ഞ് ശാരദാമ്മ ചായ എടുക്കാൻ പോവുകയാണ്. സത്യാമ്മ തുള്ളി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യത്തിൽ നടക്കുവാണ്. ഇങ്ങോട്ടൊന്ന് വരട്ടെ, മരുമകളാണോ ഞാനാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് എനിക്ക് ഇന്നറിയണം. സത്യാമ്മയുടെ ഈ ചാട്ടവും തുള്ളലും ഒക്കെ കണ്ട് പൊന്നിയും പിള്ളയും ഭയന്ന് നിൽക്കുക. പാവം രാഘവേട്ടൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാഘവേട്ടൻ്റെ സ്ഥിതി എന്താകും? ഒരു കാര്യം തുറന്ന് എന്നോട് പറയാതെ അങ്ങ് ഇറങ്ങി പൊയ്ക്കോളുക. ഇതെന്താ സത്രം വല്ലതുമാണോ? ഇങ്ങോട്ടൊന്ന് വരട്ടെ, ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പോഴതാ ശാലിനിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. പിള്ളയും പൊന്നിയും ഭയന്ന് വിറയ്ക്കുവാണ്. ഈ സത്യാമ്മ എന്തൊക്കെയാണോ ഇനി കാട്ടിക്കൂട്ടാൻ പോകുന്നത്? പാവം ശാലിനി കുഞ്ഞും ഉണ്ടല്ലോ, ശാലിനി കുഞ്ഞിനെ എന്തൊക്കെയായിരിക്കും പറയുന്നത്?
കാറിൽ നിന്ന് ശാലിനി ഇറങ്ങുന്നത് കണ്ടപ്പോഴേ സത്യാമ്മയ്ക്ക് കോപം എരച്ചു കയറുവാണ്. പിന്നെ കാണുന്ന രോഹിത്തും കാറിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നെ പറയണ്ട സത്യാമ്മയുടെ സ്ഥിതി. സത്യാമ്മയാകെ ചൂട് പിടിച്ചു നിന്ന് തിളയ്ക്കുവാണ്. രാഘവേട്ടനെ ശാലിനിയും രോഹിത്തും ചേർന്ന് താങ്ങിപ്പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിള്ളെ ഓടി അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. സത്യാമ്മയുടെ ആ നിപ്പ് കണ്ടപ്പോഴേ അത്ര പന്തിയല്ലെന്ന് രാഘവേട്ടന് മനസ്സിലായി. രാഘവേട്ടന് ഓർമ്മയില്ലെങ്കിൽ ഇതൊക്കെ നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. രാഘവേട്ടനെ അകത്തോട്ടിങ്ങനെ കയറ്റുമ്പോൾ പെട്ടെന്ന് സത്യഭാമ പറയാ, നിൽക്കവിടെ, എങ്ങോട്ട് കയറി പോന്ന്? അതെന്താ ഭാമ അങ്ങനെ ചോദിച്ചത്? ഞാൻ വീട്ടിനകത്തോട്ട് പോകുമല്ലയോ? തോന്നുമ്പം വരാനും പോകാനുമേ. ഇവിടെന്താ ഞാൻ സത്രം വല്ലതും നടത്തുന്നുണ്ടോ? ശാലിനി പറയുന്നു, സത്യാമ്മേ, അച്ഛനെ അതിൻ്റെ പേരിൽ ഇനി വഴക്ക് പറയണ്ട. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി അച്ഛനെ വിളിച്ചോണ്ട് പോയതാ. അച്ഛൻ അന്നേരെ പറഞ്ഞതാണ് സത്യാമ്മയോട് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. ഞാനാണ് അച്ഛനെ നിർബന്ധപൂർവ്വം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. ആഹാ, അപ്പോൾ നീ ഇവിടെ നിന്റെ ജോലിയുടെ പവർ കാണിച്ചതാ അല്ലേടി? അവിടെ കളക്ടറമ്മയുടെ ഒരു ഹുങ്ക് എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചൊരു തള്ളു തള്ളിയിട്ട് രാഘവേട്ടൻ്റെ നേരെ വഴക്കം പറഞ്ഞുകൊണ്ട് ചാടുവാണ് സത്യഭാമ. അല്ല പിന്നെ എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്? മരുമകൾക്കൊപ്പമേ മരുമകളുടെ വീട്ടിലങ്ങ് കൂടാവായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിലേ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പോക്കുവരവ് അങ്ങ് നിർത്താവായിരുന്നല്ലോ. സത്യമേ, ഞങ്ങൾ അച്ഛനെ കൊണ്ടുപോയത് എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോഴേ സത്യഭാമ ഒരു ചാട്ടം. നീ മിണ്ടിപ്പോവരുതടാ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സ്വപ്നവും എല്ലാം തകർത്തവനാടാ നീ. നിനക്കേ എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാടാ. രാഘവേട്ടൻ പറയുന്നുണ്ട്, ഫാമയെ നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കാതെ. നമുക്കെല്ലാവർക്കും ഗുണമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഇവരോടൊപ്പം പോയത്. അത് മാത്രം രാഘവേട്ടന് നല്ല ഓർമ്മയുണ്ട്. കാര്യത്തിന് ഒപ്പിടാനും അറിയില്ല, പേര് പറയാനും അറിയില്ല, ഒന്നുമില്ല. നിങ്ങൾ എന്തുവാ പറഞ്ഞത്? നമുക്ക് ഗുണമുള്ള കാര്യം? ഏത് നമുക്ക്? ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുന്നതാ ഇവളെ ഇവനെയും. ഇവളുടെ ഒരു സഹായവും നിങ്ങൾക്കും വേണ്ട, എനിക്കും വേണ്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ നിങ്ങളോട് പ്രതികരിക്കുന്നത്. രാഘവേട്ടൻ പാവം കുനിഞ്ഞിരിക്കുക ഇതെല്ലാം കേട്ടിട്ട്. ഈ രാഘവേട്ടൻ എന്തെങ്കിലും വാ തുറന്നെങ്കിലും പറഞ്ഞുകൂടെ സത്യഭാമേ? ഇതൊക്കെ കേട്ട് സഹിക്കാനാകാതെ ശാലിനി പറയുക, സത്യാമ്മേ, അച്ഛൻ്റെ സ്വത്ത് അച്ഛന് തന്നെ തിരിച്ചെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയാ ഞങ്ങൾ അച്ഛനെ വിളിച്ചോണ്ട് പോയത്. പക്ഷേ അച്ഛൻ്റെ ഓർമ്മക്കുറവ് കാരണം അത് നടന്നില്ല. അത് നടക്കില്ലടി. അങ്ങനൊരു കാര്യം ഉണ്ടായെങ്കിലല്ലേ അങ്ങനൊരു കാര്യം നടന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്വത്തെഴുതി കൊടുക്കാൻ പോകുന്ന പോലും നിൻ്റെയൊക്കെ ഔദാര്യത്തിലാണെങ്കിൽ ഞങ്ങൾക്കൊന്നും വേണ്ടടി. ഞങ്ങളെ ഒന്ന് മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാനൊന്ന് അനുവദിച്ചാൽ മതി. രോഹിത്ത് പറയുക, അച്ഛനും അമ്മയും ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട വീടും പറമ്പും എൻ്റെ പേരിൽ സ്വന്തമാക്കിയത്. എന്തവാടാ നീ വിളിച്ചത്? അച്ഛനും അമ്മയോ? നീ അങ്ങനെ മേലാ ഞങ്ങളെ വിളിച്ചു പോയേക്കരുത്. പിന്നെ നീ കഷ്ടപ്പാട്, എന്ത് കഷ്ടപ്പാടാടാ? നീ എന്നെ ചതിച്ചെടുത്തതല്ലയോടാ. എൻ്റെ സ്വപ്നങ്ങൾക്ക് മീതെ നീ ഇടുത്തി വീഴ്ത്തിയിട്ട് ഇല്ലാത്ത കഥയും കൊണ്ട് വീണ്ടും വന്നിരിക്കും അവൻ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട്. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ കൺമുന്നിൽ നീ കണ്ടുപോയേക്കരുത്. ഇറങ്ങടാ ഇവിടുന്ന് എന്നും പറഞ്ഞ് രോഹിത്തിനെ പിടിച്ചൊരൊറ്റ തെള്ളു തള്ളുന്നുണ്ട് സത്യാമ്മ. ഹൃദയം പൊട്ടി സങ്കടത്തോടെ രോഹിത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. വന്നേക്കുന്നവൻ അച്ഛനും അമ്മയും. ശാലിനി പറയുക, സത്യാമ്മേ, ഞങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും സത്യാമ്മ വിശ്വസിക്കത്തില്ല. അതിൻ്റെ കാരണം സത്യാമ്മയുടെ ഉള്ളു നിറയെ ഞങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പുമാണ്. പക്ഷേ ഒരിക്കൽ സത്യാമ്മ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഞങ്ങളിപ്പോൾ ഈ കാണിച്ചതൊക്കെ തക്കതായ കാരണം ഉണ്ടായിട്ടായിരുന്നെന്ന്. എടീ, നിന്റെ മോഹന വാഗ്ദാനങ്ങളിലെ വീണു പോകുന്നവരൊക്കെ കണ്ടേക്കും. പക്ഷേ ഈ സത്യഭാമ ആ കൂട്ടത്തിൽ കിട്ടത്തില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ച് തന്നെ ഈ ഭൂമി പിളർന്ന് ഞാൻ താഴോട്ട് പോകുമെന്ന് പറഞ്ഞാലും നിൻ്റെയൊന്നും പിന്നാലെ ഈ സത്യഭാമ വരത്തില്ലടി. എൻ്റെ മരണം വരെ എൻ്റെ ഈ നിലപാടിന് ഒരു മാറ്റവും വരില്ല. നീ എൻ്റെ ജീവിതം തകർത്തോളും. അവൻ എന്നെ ചതിച്ചവനുമാ. ഇതൊക്കെ ഒന്നുകിൽ എൻ്റെ മരണം വരെ അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇനി മേലെ നീ വന്ന് എൻ്റെ വീട്ടിലിങ്ങനെ അധികാരം കാണിച്ചാൽ നിൻ്റെ കളക്ട്രേറ്റോട് ഞാനങ്ങ് വരും. എന്നിട്ട് നീ ഇരിക്കുന്ന ആ കസേരയുണ്ടല്ലോ, അതിൽ ഞാൻ കയറിയിരുന്നങ്ങ് ഭരിക്കും. അത് പിന്നെ നിനക്ക് നാണക്കേടുണ്ടാക്കരുത്. മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി നീ കാണിക്കുന്ന ഈ തറവേലയും കൊണ്ട് മേലാലും ഇങ്ങോട്ട് വന്നേക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. ദാണ്ടെ നിങ്ങളോടുകൂടിയാണ് പറയുന്നത് എന്നും പറഞ്ഞ് രാഘവേട്ടനെ പിടിച്ച് തെള്ളുന്നുണ്ട്. ദാണ്ടെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ ചാടിക്കേറി അങ്ങ് പോയേക്കരുത്. സംരക്ഷണം തരുന്നതും വെള്ളം തരുന്നവരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. ഇനി മേലെ നീ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വില കുറഞ്ഞ നാടകം ആടരുത്. ആടിയാൽ ഞാൻ എന്താണെന്നോ ഏതാണെന്നോ നീ അറിയും. കേട്ടോടി, കണ്ടുപോരുത് നീയൊന്നും എൻ്റെ മുന്നിൽ. പൊയ്ക്കോ ഇവിടുന്ന് എന്ന് പറയുമ്പോൾ
ഭാമേ എന്ന് പറഞ്ഞ് വിങ്ങി വിങ്ങി പറയുവാണ് രാഘവേട്ടൻ. അച്ഛാ, അമ്മ പറഞ്ഞോട്ടെ, മതിയാവോളം പറയട്ടെ. സത്യാമ്മേ, എന്നെങ്കിലും ഒരു ദിവസം സത്യാമ്മേനെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു ദിവസം വരും. അതുവരെയുള്ള പരീക്ഷണങ്ങൾ അത് ഞാനങ്ങ് നേരിട്ടോളാം. എൻ്റെ വിധിയാണെന്ന് കരുതി ഞാൻ അതങ്ങ് സമാധാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയും രോഹിത്തും ഒക്കെ ആ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. എല്ലാവരോടുമുള്ള ദേഷ്യം മുഴുക്ക രാഘവേട്ടൻ്റെ നേരെ കാണിക്കുവാണ്. ഇനി പലരും ഇങ്ങനെ കയറി വന്നെന്നിരിക്കും. ഈ പടി ഇറങ്ങിപ്പോയേക്കരുത്. പിള്ളയെയും പൊന്നിയെയും വഴക്ക് പറയുവാണ്. നിങ്ങളെ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്, കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. പിള്ളയ്ക്ക് സത്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് പിള്ള ആകെ സങ്കടത്തിൽ രാഘവേട്ടൻ്റെ അടുത്തിരുന്ന് സാറേന്ന് വിളിക്കുമ്പോൾ, പറയട്ടെടോ പിള്ളേ, പറയട്ടെ, അവൾ എത്രത്തോളം പറയാവോ അത്രത്തോളം പറയട്ടെ. ഉപേന്ദ്രൻ സുസ്മിതയോട് വഴക്ക് കൂടുവാണ്. എൻ്റെ ജ്യേഷ്ഠന് വീടും പറമ്പും എഴുതി കൊടുക്കാൻ വേണ്ടിയാണോ ഞാൻ ഈ പണമൊക്കെ ചിലവാക്കിയത്? എന്താ സുസ്മിതയൊന്നും മിണ്ടാത്തത്? എനിക്കുണ്ടായ കടങ്ങളൊക്കെ ആര് നികത്തി തരും? എന്താ പറ, ഞാനിനി എന്ത് ചെയ്യണം? സുസ്മിത പറയുക, ചില കാര്യങ്ങളിൽ നമുക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. വീഴ്ചയിൽ നിന്നാണല്ലോ നടക്കാൻ പഠിക്കുന്നത്. ഈ വീഴ്ച ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊരു പാഠമാകണം. ഇങ്ങനെ പോയാൽ എനിക്കുണ്ടായ നഷ്ടമേ വീഴ്ചയല്ല, ഒരു വീഴ്ത്തല. എന്നേക്കുമായി ഉപേന്ദ്രനെ തളർത്തിക്കിടത്തിക്കൊണ്ടുള്ള വീഴ്ത്തൽ. അവൻ ഇങ്ങനെ മറിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഉപേന്ദ്രൻ പറയുക, പക്ഷെ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അവൻ ഇവിടെ കാണിച്ചതെല്ലാം വെറും അഭിനയമായിരുന്നു, നമ്മളെ പൊട്ടന്മാരാക്കുന്ന അഭിനയം. അതുകൊണ്ട് എന്തായി? 5 പൈസ ചെലവില്ലാതെ രാഘവൻ്റെ സ്വത്തെല്ലാം സ്വന്തമായില്ലേ? നിങ്ങൾക്കൊക്കെ ഒരു നഷ്ടവും ഉണ്ടായില്ലല്ലോ. പറ്റിക്കപ്പെട്ടത് ഞാനല്ലയോ? അയ്യോ, അങ്ങനൊന്നും പറയാതെ. അങ്ങനെ ഒറ്റപ്പെട്ട് ചിന്തിച്ചു പോയാൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. ഇനി എല്ലാം അവസാനിപ്പിച്ച് അടുക്കിപ്പെറുക്കി ഞാൻ മലേഷ്യക്ക് അങ്ങ് പോവുക. അപ്പോഴങ്ങോട്ടൊരു കാറിൽ ചന്ദ്രബോസ് വരുന്നുണ്ട്. കയ്യിലൊരു മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തിലാണ് അവൻ്റെ വരവ്. എടോ, എന്ത് വടോ താനീ പറയുന്നത്? മലേഷ്യ എന്ന കുറ്റിയും പറിച്ച് താൻ ഇങ്ങോട്ട് വന്ന ഇതിനൊക്കെയാണോ? തൻ്റെ സ്വത്തുക്കളൊന്നും എങ്ങും പോയിട്ടില്ലടോ, അതൊക്കെ തനിക്ക് തന്നെ കിട്ടും. ഉപേന്ദ്രൻ പറയുക, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബൈ പറഞ്ഞ് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന വണ്ടിക്കൂലി വരെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോവും. എടോ ഉപേന്ദ്ര, താൻ ഒട്ടും ദൈവവിശ്വാസിയല്ലേ? എന്നാൽ ഞാൻ അങ്ങനല്ല, ഞാൻ വലിയ വിശ്വാസിയാണ് കേട്ടോ. ചന്ദ്രബോസ് മദ്യം ഒഴിച്ച് ഉപേന്ദ്രന് കൊടുക്കാനൊരുങ്ങുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു, ജീവിതം കഴിവുമരത്തി കിടന്നാടുമ്പോൾ ജൂഡോ കളിച്ച് മാനസിക ഉല്ലാസം തിരിച്ചു കൊണ്ടുവരാൻ എന്നെപ്പോലെ ഒരാൾക്ക് സാധിക്കത്തില്ല. സുസ്മിത പറയുക, ചിറ്റപ്പ, രോഹിത്തിൻ്റെ ചതി കൃത്യമായിട്ടും പുള്ളിക്കാരൻ്റെ ചങ്കിൽ തന്നെ തറച്ചിരിക്കുക. എൻ്റെ പൊന്നു മോളെ, രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. അത് കേട്ടപ്പോൾ ഉപേന്ദ്രൻ സുസ്മിത അങ്ങ് ഞെട്ടിപ്പോയി. രജിസ്ട്രേഷൻ നടന്നില്ലെന്നോ? എടോ, രാഘവൻ നായർക്ക് അയാളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം അച്ഛൻ്റെ പേര് പോലും മറന്നുപോയ അയാൾക്ക് രജിസ്ട്രാറിൻ്റെ മുന്നിൽ ബെബ്ബെ പറയേണ്ടി വന്നു. അതിന് ചിറ്റപ്പ, എഴുതി വാങ്ങിക്കുന്ന ആളിൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമുണ്ടോ? എഴുതി വാങ്ങിക്കുന്ന ആൾ നാട്ടിലുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻ്റ് പതിപ്പിക്കാനായിട്ട് നേരിട്ടെത്തണമെന്ന് നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും മിക്കവാറും വരും. പക്ഷേ അങ്ങനെ വന്നു പോയതാണ് രാഘവൻ നായർക്ക് വിനയായി തീർന്നത്. അതുകൊണ്ടിപ്പം നമുക്ക് ഗുണമായി. അതുമാത്രമല്ല, രജിസ്ട്രാർ ചോദിച്ച ഒരു ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടിയും രാഘവൻ നായർ കൊടുത്തിട്ടില്ല. ഇതൊന്നും കേട്ടിട്ട് ഉപേന്ദ്രന് ദേഷ്യം അടങ്ങുന്നില്ല. ഇപ്പോഴും സംഗതി അവൻ്റെ കയ്യിൽ തന്നെ അല്ലയോ? പിന്നെ നിങ്ങൾ എന്തോന്നായി പറയുന്നത്? അവൻ്റെ ഭാര്യയുടെ പേരിലാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. അതങ്ങ് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത എല്ലാം തീർന്നില്ലേ? ആ പിള്ളേരും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ചന്ദ്രബോസ് പറയും, എടോ താൻ വിഷമിക്കാതെ ഇതങ്ങോട്ടൊന്ന് പിടിച്ച് എന്നും പറഞ്ഞാൽ മദ്യ ഗ്ലാസ് അവൻ്റെ കൈ കൊടുത്തിട്ട് പറയുന്നു, താൻ വിഷമിക്കാതെടൂ, ആ രോഗത്തിനെ ഇടിച്ച് അവൻ്റെ നെഞ്ച് കലക്കിയായാലും അവനെ കൊണ്ട് തൻ്റെ പേര് ഞാൻ എഴുതിച്ച് തന്നിരിക്കും. താൻ മുടക്കിയ പൈസ ഒന്നും പോവില്ല. തൻ്റെ പേരിൽ തന്നെ ആ വീടും സ്ഥലവും ഒക്കെ വരുവടോ. ഇത് ഞാനാ പറയുന്നത്, ഈ ചന്ദ്രബോസ്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ രോഹിത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ രോഹിത്ത് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് വിഷ്ണുവിനോടും ശാലിനിയോടും ചേർന്ന് നിൽക്കുമ്പോൾ അവരെന്തുവായാലും വിഷ്ണുവും ശാലിനിയും എപ്പോഴും രോഹിത്തിന് പ്രൊട്ടക്ഷനായി തന്നെ കൂടെ കാണും. അങ്ങനെ ആ വീടും സ്ഥലവും എല്ലാം അർഹതപ്പെട്ട നമ്മുടെ രാഘവേട്ടൻ്റെ പേരിൽ തന്നെ കിട്ടും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.